ഭരണം മുന്നോട്ട് കൊണ്ടുവന്നതൊക്കെ. ഇനി അതിനെക്കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമല്ല. ഇപ്പോൾ സഖ്യകക്ഷികൾ ഉള്ളത് കൊണ്ട് ഇവരെ ഒരു പരിധി വരെ കടിഞ്ഞാണിട്ട് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇനി മുന്നോട്ട് ചലിക്കുക. കാരണം ഇനി കോൺഗ്രസിന്റെ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാലും കോൺഗ്രസും ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ആരും നല്ലവരൊന്നായിട്ട് ഈ ഇന്ത്യ രാജ്യത്തെ പൊളിറ്റിക്കൽസിന്റെ ആ ഒരു രീതിയിലുള്ള ആളുകൾ ആരും നല്ലവരായിട്ടൊന്നും ഇവിടെ ആരും ചമഞ്ഞിട്ടില്ല. എല്ലാവരും ഇവിടുത്തെ സാധാരണക്കാർക്ക് പണി കൊടുത്തിട്ട് തന്നെ ഇറങ്ങിപ്പോയിട്ടുള്ളൂ. അതുപോലെ തന്നെ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവരെല്ലാവരും തയ്യാറെടുത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ കേരള ഭരണത്തിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് വിമർശിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ നമുക്ക് വിമർശിക്കേണ്ടി തന്നെ വരും. കാരണം അത് ആരെയും നമുക്ക് ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പല രൂപത്തിലും പല ആൾക്കാരും പലതും ചോദിക്കുന്നില്ലേ. നിങ്ങൾ ഇത്ര വർഷം മുമ്പ് മുസ്ലിം ആയിരുന്നോ, അത്ര വർഷം മുമ്പ് മുസ്ലിം ആയിരുന്നു. ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വളർന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നു കൂടിയവരൊന്നല്ല. ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മനുഷ്യരിൽ തന്നെ അങ്ങനെ തലമുറ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇതായിട്ട് വന്ന ആളുകളൊക്കെ തന്നെയാണ്. അതിൽ നിന്ന് പല ആൾക്കാരും പല മതത്തെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. അത് ഒരാളുടെയും തെറ്റൊന്നല്ല. അത് ഓരോ ആളുകൾക്കും ആ മതങ്ങളോടുള്ള ആ ഇഷ്ടവും പ്രണയവും അവർ വിശ്വസിക്കുന്ന ആ ദൈവങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു പവറുണ്ട്. ആ പവറിലൂടെ തന്നെയാണ് ഈ മതം ആണ് നല്ലത് എന്നുള്ള ആ ഒരു സംഭവം തിരഞ്ഞെടുക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെയുള്ള ആർക്കും വല്ലാതെ ഒന്നും പറയാൻ തന്നെ ഇല്ല. ചരിത്രം വളരെ ആഴത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ മതസ്ഥർക്കും അവർക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു ഒരു തട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ നമ്മൾക്കൊക്കെ കേരളത്തിൻ്റെതായിട്ടുള്ള സ്റ്റോറി അറിയുള്ളൂ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ മതത്തിന്റെ പേര് പറഞ്ഞിന്ന് തമ്മിൽ തല്ലാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുൻഗാമികളൊക്കെ വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് ഈ ഇന്ത്യ രാജ്യത്ത്, ഈ കേരളത്തിലൊക്കെ ജീവിച്ചിട്ടുള്ളത്. നമ്മൾക്ക് മലയാളീസിനെ കുറിച്ചിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വന്ന ആളുകളൊക്കെ ഇന്ന് പടവാളെടുത്ത് പടവെട്ടാൻ വേണ്ടി ഒരുങ്ങുന്ന ആ ഒരു കാഴ്ചയാണ് ഇന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിമകളായി പിന്നീട് ഉടമകളായി മാറിയ ആ ഒരു ചരിത്രമേ നമ്മൾക്കറിയുള്ളൂ. നമ്മുടെയൊക്കെ പൂർവികർ ഒരുപാട് അനുഭവിച്ചതിൻ്റെ ആ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്നൊക്കെ നമ്മൾ ഇന്ന് ചങ്കൂറ്റത്തോടു കൂടി എല്ലാവരോടും മുഖത്ത് നോക്കി ഓരോന്നും പറയാനുള്ള ആ ഒരു ആർജവം തന്നെ നമുക്കുണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. മുസാഫർ നഗർ പോലീസിന്റെ ഉത്തരവ് ഇന്ത്യയുടെ സംസ്കാരത്തിന് മേലുള്ള കടന്നാക്രമണമാണെന്നും ആര് എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നവർ ആരിൽ നിന്ന് എന്ത് വാങ്ങണമെന്ന് കൂടി തീരുമാനിക്കുകയാണെന്നും കോൺഗ്രസ് പറഞ്ഞു. മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കുകയാണ് ഈ നീക്കത്തിലൂടെ RSS ലക്ഷ്യം വെക്കുന്നതെന്നും കോൺഗ്രസ് പറഞ്ഞു. നിങ്ങൾ മുസ്ലിങ്ങളെ മാത്രം വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെയൊന്നും ആർക്കും ഒരു രാജഭരണം കൊണ്ടുവരാനൊന്നും ഒരിക്കലും കഴിയില്ല. മുസ്ലിങ്ങൾക്ക് നേരെ ഈ അക്രമം അഴിച്ചുവിടുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് സാമർത്ഥ്യമുള്ള ആളുകളാണ്. കാരണം അവർക്ക് പണം ഉണ്ടാക്കാൻ ഏതൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിൽ അവർ സഞ്ചരിക്കുകയും ചെയ്യും, പണം സമ്പാദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആ സമ്പത്തിൽ അവർ ആർമാദിച്ച് ജീവിക്കുകയും ചെയ്യും. കാരണം ഇവിടെ എന്താണ് വിഷയം? ഇവിടെ മുസ്ലിങ്ങൾ ബിരിയാണി വെച്ച് കഴിക്കുന്നു, മുസ്ലിങ്ങൾ നെയ്ച്ചോറ് വെച്ച് കഴിക്കുന്നു, ബീഫ് വരട്ടി കഴിക്കുന്നു, ബീഫ് കറി വെച്ച് റോസ്റ്റ് വെച്ച് പല രുചി ഇതോട് കൂടിയിട്ട് കഴിക്കുന്നു. എടോ മണ്ടന്മാരെ, നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ മുസ്ലിങ്ങളെ പശുവിൻ്റെയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞ് ഉത്തരേന്ത്യയിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അടിച്ചമർത്തുകയാണ്. ആരെയും അടിച്ചമർത്തുന്നത്? സാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങളെ, അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാരെ പോലും അടിച്ചു കൊന്നു. ഇപ്പോ ഈ മോദി ഭരണത്തിലായി സംഭവിച്ചതൊക്കെ. അപ്പൊ മുസ്ലിങ്ങൾ പോത്തിനറക്കുന്നതും മറ്റുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടേതായിട്ടുള്ള കടകളൊക്കെ അക്കാലത്ത് തന്നെ അടിച്ചമർത്തി. പിന്നീട് ഇനി ചുരുക്കം പറയട്ടെ,
ഗൾഫ് നാടിൽ എവിടെയെങ്കിലും പശുവിനെ അറക്കുന്നതോ പോത്തിനെ അറക്കുന്നതോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും കൂടുതൽ ഗൾഫ് മലയാളികൾ എല്ലാവരും ബീഫ് വരട്ടിയതും പൊറാട്ടയും തിന്നാത്ത ഒരു മതവിഭാഗക്കാരും ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം വളരെ വ്യക്തമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ നമ്മൾ കാണുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഗൾഫ് രാജ്യത്ത് അങ്ങനെ ഒരു ബീഫ് കട്ടിങ് സംഭവങ്ങളൊന്നുമില്ല. ഈ ബീഫ് കയറി പോകുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. മുസ്ലിങ്ങൾ സമ്പാദിക്കുന്നതായിട്ടുള്ള ആ ഒരു വരുമാന മാർഗത്തെ പിടിച്ചടക്കി. ആര് പിടിച്ചടക്കി? ഈ BJP-യിലുള്ളതുമായിട്ടുള്ള RSS-ൽ ഒക്കെ ആയിട്ടുള്ള ആളുകൾ തന്നെ പിടിച്ചടക്കിക്കൊണ്ട് ആ ബിസിനസ് ഏറ്റവും പണം സമ്പാദിക്കാൻ ഏറ്റവും വലിയ വരുമാന മാർഗമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ആ ബീഫ് നിരോധനത്തിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചതും മുസ്ലിങ്ങളെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാതെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതും. നിങ്ങൾ സാമ്പത്തികമായിട്ട് മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ സാധാരണ രൂപത്തിൽ അവര് എന്തെങ്കിലും കഞ്ഞിവെള്ളവും ചമ്മന്തിയും കഴിച്ചിട്ട് അവർ ജീവിച്ചു വരും. നിങ്ങൾ ആരെയാണ് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഒരാളെ നിങ്ങൾക്ക് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഞാനിത് പറഞ്ഞു വരാൻ കാരണം, ഈ മണ്ടന്മാരായിട്ടുള്ള ഈ കൂലിത്തൊഴിലാളികൾ ബീഫിന്റെ പേരും പറഞ്ഞിട്ട് ഈ അടിക്കാനും കൊല്ലാനും വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ടല്ലേ, ഇവർ മണ്ടന്മാരാ. കാരണം ഈ ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെയാണ് UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ബീഫ് വളരെ വൃത്തിയായി കട്ട് ചെയ്തിട്ടാണ് ഇവിടെ നിന്നിട്ട് എക്സ്പോർട്ടിങ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇത് മുസ്ലിങ്ങളെ അറക്കുന്നതൊന്നല്ല, ഹിന്ദുക്കളെ അറത്തുകൊണ്ട് തന്നെയാണ് ഈ ബീഫ് ഗൾഫ് രാജ്യത്തേക്ക് ഉന്നതന്മാരായിട്ടുള്ള ആ നേതാക്കന്മാരുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു പിടിപാടിൽ തന്നെയാണ് ഈ സംഭവം വർഷങ്ങളായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ബീഫ് അറത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഗൾഫിൽ ബീഫ് കിട്ടായിക അങ്ങനത്തെ വല്ല പ്രശ്നം വന്നിട്ടുണ്ടോ? ഇല്ല. ബീഫ് അവിടെ കിട്ടുന്നുണ്ട്. ആ ബീഫ് കിട്ടുന്നത് ഇവര് തന്നെയാണ് അറത്തിട്ട് ഈ സാധനത്തിനെ ഗൾഫിലേക്ക് അയക്കുന്നത്. അല്ലാതെ ഗൾഫിൽ പോത്തിനെ മറ്റേ പശുവിനൊന്നും ഇറക്കുന്നില്ല. അവിടുത്തെ മുസ്ലിങ്ങൾ ആരും പോത്തിനെ തിന്നുന്ന ആൾക്കാരല്ല. അതും കൂടി മനസ്സിലായിക്കോ. അറബികൾ തിന്നുന്നില്ല. ഇപ്പോൾ അപൂർവമായിട്ടുള്ള ആളുകൾ അറബികൾ ഫ്രൈ ചെയ്തിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആടും ഒട്ടകവുമാണ് അവരെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഭക്ഷണം. ലഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് അതാണ്. ബക്രി അതല്ലെന്നുണ്ടെങ്കിൽ ജമൽ, ഈ രണ്ട് സാധനത്തിനാണ് അവർ കൂടുതലും കഴിക്കുന്നത്. പിന്നെ കഴിക്കുന്നത് ചിക്കനാണ്. ചിക്കനൊക്കെ അപൂർവമേ അവർ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കഴിക്കാൻ വേണ്ടി പാകത്തിൽ ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിലേക്ക് കടത്തുന്നത് മുസ്ലിങ്ങളല്ല. അതും കൂടി മനസ്സിലായിക്കോ. ഇനി ബീഫിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഇനി കേരളത്തിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. കാരണം നിങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് ഒരു വകതിരിവുമില്ല. കാരണം വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തേക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എന്തിൻ്റെ ഏത് കമ്പനിയിൽ നിന്നാണ്, ആരാണ് ഇത് എക്സ്പോർട്ടിങ് ചെയ്യുന്നത്, ഇമ്പോർട്ടിങ് ചെയ്യുന്നത്, എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരും വലിയ ആളുകളൊന്നും ആവണ്ട. അപ്പോൾ മുസ്ലിങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അവരുടെ ബിസിനസ്സും കാര്യങ്ങളും. അതിപ്പോ കഴിഞ്ഞിടയിൽ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് മുമ്പായിട്ട് എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളോട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടിലൂടെ തന്നെയാണ് ഞാൻ സംസാരിച്ചത്. കാരണം അടുത്ത ഭരണം BJP കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം 400 സീറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു 150 സീറ്റ് പോലും BJPക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം BJP അത്രയും ജനങ്ങളോട് വളരെ ദ്രോഹമാണ് ചെയ്തിരുന്നത്. സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തിട്ടുള്ളത്. അത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സമ്പന്നന്മാരായിട്ടുള്ള ആളുകളെ വീണ്ടും കൊഴുപ്പിക്കുക, അവരെ അംബാനി പോലത്തെ ആളുകളെയൊക്കെ കൊഴുപ്പിച്ച് അവർ വലിയ സമ്പന്നതയിൽ വളരെ മൾട്ടി ലെവലിലൊക്കെ അവരിങ്ങനെ ജീവിക്കുക. അപ്പൊ അവരുടേതായിട്ടുള്ള ആ ഒരു ഫംഗ്ഷനിലും മറ്റൊക്കെ ഈ നേതാക്കന്മാർ പോകുമ്പോൾ അവർക്ക് വലിയ സ്വീകരണവും മറ്റുള്ളതും കിട്ടുന്നുണ്ട്. പക്ഷെ പാവങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചെറിയ ആനുകൂല്യം കിട്ടി അവർ സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഒരു കുരുട്ട് ചിന്താഗതിക്കാരാണ് ഇവരൊക്കെ.
അപ്പോൾ ആരെയും സമ്മതിക്കുന്നില്ല. ഈ രാജ്യത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആരെയും സമ്മതിക്കാത്ത രീതികളാണ് ഗവൺമെന്റ് ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ തന്നെ. അപ്പോൾ വരുമാനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ വരുമാനത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് മുസ്ലിം സ്ഥാപനങ്ങൾക്ക് നേരെ ഒരുപാട് സ്റ്റേ ഓർഡറും മറ്റുള്ളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കടകൾ അടഞ്ഞു പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ആരും ശ്രദ്ധിക്കില്ല. കാരണം അവര് ആ ഒരു കാഴ്ചപ്പാട് വേറെയാണ്. അത് ഒരു ഭരണത്തിന്റെ ആ ഒരു തീരുമാനത്തിന്റെ അതൊന്നും അല്ലാതെ അവര് ചിന്തിക്കുന്നത് വേറെ രൂപത്തിലാണ്. മുസ്ലിങ്ങളെ വാഴാൻ സമ്മതിക്കുന്നില്ല. അതാണ് സംഭവം. ആരാണ് ഹിന്ദു, ആരാണ് മുസ്ലിം എന്ന് കണ്ടെത്താനും മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കാനുമാണ് ഈ നീക്കം ലക്ഷ്യം വെക്കുന്നതെന്ന് കോൺഗ്രസിന്റെ മാധ്യമ പബ്ലിസിറ്റി വിഭാഗം മേധാവി പവൻ ഖേര പറഞ്ഞു. മാംസം കയറ്റുമതി ചെയ്യുന്ന പല കമ്പനികളുടെയും ഉടമകൾ ഹിന്ദുക്കളല്ലെന്നും പവൻ ഖേര ചോദിച്ചു. അതായത് മാംസം കയറ്റുമതി ചെയ്യുന്ന പല കമ്പനികൾ അവരുടെ ഉടമസ്ഥതയിലുള്ള ആ ഉടമസ്ഥന്മാര് ആരാ? ഹിന്ദുക്കളല്ലേ എന്നാണ് ഈ പവൻ ഖേര ചോദിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ വളരെ വ്യക്തമാണ് ഹിന്ദുക്കളാണ് ഈ മാംസ കച്ചവടം ചെയ്യുന്നത് എന്ന വളരെ വ്യക്തമല്ലേ അതിലൂടെ. ഒരു ഹിന്ദു മാംസം കയറ്റുമതി ചെയ്യുമ്പോൾ അത് മാംസമായി തുടരുന്നു. എന്നാൽ അൽത്താഫോ, റഷീദോ മാമ്പഴം, പേരക്ക എന്നിവ വിൽക്കുമ്പോൾ അത് മാംസമാണെന്ന് പറഞ്ഞ് ആക്രമിക്കുന്നു. ഇവർ ഇന്ത്യൻ സംസ്കാരത്തെ ആക്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ടില്ലേ, ഒരു സാധാരണക്കാരനക്ക് ഒരു ഫ്രൂട്ട് വിൽപ്പന നടത്താൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇന്ന് UP സർക്കാർ അഴിഞ്ഞാടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ചർച്ചയുണ്ടായിരുന്നു. യോഗി ആദിത്യനാഥിനെ ആ കസേരയിൽ നിന്നും ആട്ടി ഓടിക്കാൻ വേണ്ടി. എന്തിനാണ് ഇവരൊക്കെ ഈ മറ്റേ ആ ഒരു സിംഗിളായിട്ടുള്ള ആളുകളൊക്കെ ഈ രാജ്യത്തിനെ ഭരിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കുടുംബ ബന്ധം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ആളുകളൊക്കെയാണ് ഈ നേതാക്കന്മാരായിട്ട് ഇരിക്കുന്നത്. കുടുംബത്തിൽ ഒരു ഭാര്യയോ മക്കളോ അതല്ലെങ്കിൽ മാതാപിതാക്കളോ കൂടെയുള്ള ആളുകളൊക്കെ നേതാക്കന്മാരായി ഇന്ത്യയുടെ ആ ഒരു ഉന്നതങ്ങളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുടുംബ ബന്ധത്തിന്റെ ആ ഒരു മഹാത്മ്യവും അതുപോലെ തന്നെ ആ കുടുംബം എങ്ങനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഓരോ മനുഷ്യരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. ഇതൊന്നുമില്ലാത്ത ആളുകളൊക്കെ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബ ബന്ധങ്ങളെ കുറിച്ചിട്ട് ഇവർക്ക് എന്തറിയാൻ പറ്റും? സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച്, സാധാരണക്കാരുടെ ആ ഒരു ജോലി എടുത്ത് അവർ മുന്നോട്ട് കയറി വരുന്നതിനെ കുറിച്ച് ഇവർക്ക് എന്തറിയാൻ പറ്റും? ഒന്നും അറിയാൻ പറ്റില്ല. അത്രയും മണ്ടരി ബാധിച്ച നേതാക്കന്മാരൊക്കെ ഇരുത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യം അധോഗതിയാ. ഇന്ത്യ ഡെവലപ്പാക്കാൻ വേണ്ടി ഈ മുസ്ലിങ്ങൾ എത്രയോ ത്യാഗം സഹിച്ചിട്ടുണ്ട് ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റാൻ വേണ്ടി. നമ്മൾ വിചാരിക്കും നമുക്ക് ഈ ഭൂപടത്തിൽ കാണുന്ന ഇന്ത്യ മാത്രമേ നമ്മുടെ ഇന്ത്യ ആയിട്ടേ ഉള്ളൂ എന്ന്. അതല്ല, ഇന്ത്യയുടെ ഡബിൾ ഉണ്ടായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്ന ആ മുഗൾ ചക്രവർത്തിമാരുടെയും മുൻഗാമികളായിട്ടുള്ള മുസ്ലിങ്ങളുടെ കയ്യിൽ. ഇന്ത്യയാക്കി മാറ്റിയതും ഇന്ത്യയെ സമ്പന്ന ആ ഒരു സ്ഥിതിയിലാക്കിയതും മുസ്ലിങ്ങൾ തന്നെയാണ്. ഇവിടെ ആ മുസ്ലിങ്ങൾ ഒരു ഹിന്ദുക്കളെയും അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അവരുടെ രാജഭരണത്തിൽ തന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പാഴ്സിയും സിഖും ആൾക്കാരൊക്കെ തന്നെയാണ് ആ രാജ്യത്തിന്റെ ഭരണം കെട്ടിപ്പടുക്കാൻ വേണ്ടി ശക്തിയോടുകൂടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും കൂടി തന്നെയാണ് ഇന്ത്യയാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്. അല്ലാതെ ഒരു മതത്തിന്റെയും ഒരു മതവിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ടൊന്നല്ല. അവരെ അടിച്ചമർത്താനും ആരും ശ്രമിച്ചിട്ടില്ല. നമ്മൾ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതേസമയം മുസഫർ നഗർ പോലീസ് ഉത്തരവ് സാമൂഹ്യ കുറ്റകൃത്യമാണെന്നും കോടതികൾ സ്വമേധ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു. അതേസമയം JDUവിന്റെ വിമർശനത്തിനിടെയും ഉത്തരവ് നടപ്പിലാക്കുമെന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇയാൾക്ക് എന്തിന്റെ സൂക്കട? ഇയാൾക്ക് ഒരു ചുക്കും അറിയില്ല. അയാളൊക്കെ എന്നോ എടുത്ത് വലിച്ചെറിയേണ്ടതാ. BJP സർക്കാർക്ക് അവരിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഭിന്നിപ്പ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവരെ പോലത്തെ ആൾക്കാരൊക്കെ ഭരണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ഭരണം ഇവർക്ക് കിട്ടുന്നില്ല. ആ കിട്ടാനുള്ള ചാൻസ് മുഴുവനും ഇവരായിട്ട് നശിപ്പിക്കുകയാണെന്നുള്ളത് ആ RSSന്റെയും BJPയുടെയും ആ ശക്തന്മാരായിട്ടുള്ള നേതാക്കന്മാർക്ക് അതിനെക്കുറിച്ച് വളരെയധികം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തന്നെ എടുത്ത് പുറത്തിടും എന്നുള്ളത് ഇന്നലെ തന്നെ ന്യൂസിൽ വന്നതാ.
അപ്പോ ഉത്തരവ് നടപ്പിലാക്കുമെന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. UP പോലീസ് പിൻവലിച്ച ഉത്തരവ് വീണ്ടും നടപ്പിൽ വരുത്തിയിരിക്കുകയാണ് യോഗി. അപ്പൊ അയാളെ തൻ്റെ ഇടം നോക്കിയേ, അയാൾക്ക് എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു ലൈസൻസ് ആണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കാര്യം പോക്കാ. കാരണം ഇനി അടുത്ത ഭരണമൊന്നും ഈ BJP സർക്കാരിനൊന്നും ഒരിക്കലും കിട്ടില്ല. അവര് സൃഷ്ടിച്ചു വെച്ചിരുന്നതായിട്ടുള്ള ആ ഒരു ജനങ്ങളുടെ ഒരു ഇഷ്ടവും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. കാരണം സാധാരണക്കാരോടാണ് ഈ കാട്ടിക്കൂട്ടൽ കാണിക്കുന്നത്. കൻവാർ യാത്ര കടന്നു പോകുന്ന വഴികളിലുള്ള എല്ലാ ഭക്ഷണശാലകളും അവയുടെ ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന് ഇന്ന് രാവിലെ യോഗിയുടെ ഓഫീസ് വീണ്ടും ഉത്തരവിട്ടിട്ടുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് മുസാഫർ നഗർ പോലീസ് സമാനമായ ഉത്തരവ് പിൻവലിച്ചതിന് പിന്നാലെയാണ് യോഗിയുടെ ഉത്തരവ്. പുതിയ നിർദ്ദേശം അനുസരിച്ച് ഓരോ ഭക്ഷണശാലയും അല്ലെങ്കിൽ വണ്ടി ഉടമയും ഒരു ബോർഡിൽ ഉടമയുടെ പേര് വെക്കണമെന്ന്. കാരണം ഈ മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ നമ്മളെ നാട്ടിൽ കഴിഞ്ഞിടയിൽ ഓരോ ഹോട്ടലുകളും ആ ഹോട്ടല് ആരുടെ ഉടമസ്ഥയിലാണ് എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര് വെക്കണം. കാരണം മുസ്ലിങ്ങൾ നടത്തുന്ന അമ്പലങ്ങളോട് ചേർന്നിട്ടുള്ള ഒരുപാട് ഹോട്ടലുകളും മറ്റും ഇപ്പൊ കഴിഞ്ഞിടയിൽ ഭയങ്കര ഒരു വിമർശനവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് മുസ്ലിങ്ങൾ ഹിന്ദു പേര് ഉപയോഗിച്ചാണ് ഹോട്ടൽ അവിടെ നടത്തുന്നത് എന്നുള്ളത്. അത് ഓരോ ആളുകളുടെയും ഇഷ്ടമാണ്. ഈ പേര് എന്ന് പറയുന്നത് എന്താണെന്ന് ഇവർക്കൊക്കെ ആർക്കും അവകാശപ്പെടാനുള്ളത്? ഒരു സ്ഥാപനത്തിന്റെ പേര് വെക്കുന്നത് ചിലപ്പോ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരായിരിക്കും വെക്കുന്നത്, അതല്ലെങ്കിൽ മറ്റുള്ള അറിയപ്പെടുന്ന വലിയ മുസ്ലിം പേരുകളും മറ്റുള്ള അതുപോലെ ഹിന്ദു സ്വാമിമാരെയും മറ്റുള്ള പേരുകളൊക്കെ ആയിരിക്കും വെക്കുന്നത്. അതിനൊന്നും ഒരാൾക്കും ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോ സ്ഥാപനത്തിന് അവരിഷ്ടപ്പെടുന്ന പേരണ്ട് ഫിക്സ് ചെയ്യണത്, അല്ലാതെ മതത്തിന്റെ പേര് നോക്കിയിട്ടൊന്നല്ല അത്. അപ്പോ അങ്ങനെ ഇഷ്ടപ്പെട്ട് വരരുത്. കാരണം മുസ്ലിമിന്റെ പേരടിച്ച ഒരു 4 ചക്ര വണ്ടിയിൽ സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹിന്ദുക്കൾ പോയി സാധനം വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഓരോ സ്ഥാപനങ്ങൾക്കും അവരവരുടെ പേര് നിർബന്ധമായും വെക്കണം എന്ന് ആദിത്യനാഥ് എന്ന് പറയുന്ന കുരുട്ടുബുദ്ധി നേതാവ് പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർക്കും പണി കിട്ടും. കാരണം മുസ്ലിങ്ങൾ ഇപ്പോ ഹിന്ദുക്കളുടേതായിട്ടുള്ള കടകൾ ഒരുപാടുണ്ടാവും, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെതായിട്ടുള്ള സിഖ്യര കടകളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഈ പേരും മറ്റുള്ളതും നോക്കിയിട്ടൊക്കെ ആർക്കെങ്കിലും പോയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊന്നും നോക്കൂല. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഏത് ആൾക്കാരെ ഷോപ്പുകളായാലും പോയി വാങ്ങിക്കുക എന്നുള്ളത് അല്ലാതെ ഇവര് പറയുന്ന രീതിയിലൂടെയൊക്കെ ആ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകും? സാധാരണക്കാർക്കിട്ടുള്ള ഒരു അമ്പാണ് ഇപ്പൊ യോഗി ആദിത്യനാഥ് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ആർക്കും മറുപടി പറയാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ വലിയ കൊമ്പത്തെ ആൾക്കാരാ. ഇവരെന്ത് പറയുന്നുണ്ടെങ്കിലും ഇവർ പറയുന്നതാണ് ഇന്ത്യയിൽ എല്ലാവരും കേൾക്കേണ്ടത്. ഇവർക്ക് മറുപടി ആരും പറയാൻ പാടില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉത്തർപ്രദേശിൽ ഉണ്ടായ കനത്ത തിരിച്ചടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാമെന്ന് ഭൂപേന്ദ്ര സിംഗ് ചൗധരി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് തോൽവിക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരായ വിമത നീക്കത്തിനും പിന്നാലെയുണ്ടായ രാജ്യസന്നദ്ധ സംസ്ഥാനത്ത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ചൂട് പിടിച്ചാണ് ആദിത്യനാഥിനെതിരായ നീക്കം ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ശക്തമാക്കിയത്. തോൽവി പാർട്ടിയുടേതാണെന്നും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം തനിക്കാണെന്നും പറഞ്ഞാണ് ഭൂപേന്ദ്ര സിംഗ് ചൗധരി രാജ്യസന്നദ്ധ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ പ്രസിഡന്റ് JP നസ്ഡ എന്നിവരെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. നഡ്ഡയെ കേശവ് പ്രസാദ് മൗര്യ സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. UPയിൽ നേതൃത്വമാറ്റം ഉടനുണ്ടാകുമെന്ന അഭ്യൂഹം ഇതോടെ പരന്നു. കണ്ടില്ലേ, ഇവരിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സാധാരണക്കാരുടെ നെഞ്ചിലോട്ട് കയറുകയും ചെയ്യുക. ഈ മടലുകളായിട്ടുള്ള ഈ അണികളൊക്കെ തന്നെയാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നത് വേറെ രൂപത്തിലാണ്. എല്ലാവരും അങ്ങനെയല്ല. എന്നാലും ഇപ്പോ
എന്നെപ്പോലെയുള്ള എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള ആ ഒരു ചിന്താഗതിയോട് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും നോക്കിയിട്ടല്ല, എന്നെപ്പോലെ ഒരു മനുഷ്യനാണ്, ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ അയാളും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യനാണ്, അതൊരു മൃഗമല്ല. മൃഗത്തിനോടും നമുക്ക് നല്ല സ്നേഹമാണ്. നന്മയുള്ള മനുഷ്യർക്ക് മൃഗത്തിനോടും സ്നേഹമുണ്ടാകും. കാരണം അവരെ നമ്മൾ കെട്ടിപ്പൂട്ടിയിടാനൊന്നും നമ്മൾ ശ്രമിക്കില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന മൃഗം, നമ്മൾ വളർത്തുന്ന മൃഗം, പക്ഷികളൊക്കെ നമ്മൾ അവരെ വളരെയധികം ഫ്രീയോടുകൂടി അഴിച്ചു വിടുക ആണ് ചെയ്യുക. അതല്ലാതെ നമ്മൾ പറയുന്ന രീതിയിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോട് കൂടി കാണുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു നായയെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ നായയെ കൂടുതൽ ദിവസവും നിങ്ങൾ അടച്ചിട്ട് കഴിഞ്ഞാൽ യജമാനന് തന്നെ പണി കിട്ടും. അപ്പൊ അതുപോലെ ജനങ്ങളെ കൂടുതൽ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രാജ്യം ഭരിക്കുന്ന, ആ നാട് ഭരിക്കുന്ന ഏത് നേതാവായാലും അവർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോ കേരളത്തിന്റെ അവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. കാരണം കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെ